ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു വിദാത് ലേണിംഗ് ഹബ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് പുസ്തകമായ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പുസ്തകത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും അതിൻ്റെ ചർച്ചകളുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷം നടന്ന 2025 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമ്മുടെ എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ 14 ക്വസ്റ്റ്യൻസാണ് എക്സാമിന് ഉണ്ടാവുക. അതിൽ 8 മാർക്കിനുള്ള 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ 15 മാർക്കിനുള്ള 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ 14 എണ്ണത്തിൽ 9 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 5 എണ്ണം എഴുതണം. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 പേജോളം നമ്മൾ എഴുതേണ്ടതുണ്ട്. അതുപോലെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഏകദേശം ഒരു 6 പേജ് നമ്മൾ എഴുതണം. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതായത് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് ആദ്യം അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ആദ്യം ചോദിച്ച ചോദ്യം എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി, സോഷ്യോളജിയുടെ സ്കോപ്പിനെ വിശദീകരിക്കാനാണ്. നമ്മുടെ ഫസ്റ്റ് പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണിത്. അപ്പോൾ അതിലാദ്യമായി നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് സോഷ്യോളജി എന്താണെന്ന് വിശദീകരിക്കുക. അങ്ങനെ സോഷ്യോളജി വിശദീകരിച്ചതിന് ശേഷം അതിൻ്റെ ഒരു 3 ലെവലുകൾ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് കൺസെപ്റ്റുകളുണ്ട്. ലവ്, ജെൻഡർ, ഫാമിലി, അങ്ങനെ ഉണ്ട്. ഇനി ഒരു സാമൂഹിക തലത്തിൽ നിന്ന് നോക്കുമ്പോൾ സോഷ്യോളജി എന്ന് പറയുമ്പോൾ അതിന് സമൂഹത്തിലുള്ള പരസ്പരമുള്ള അന്തരങ്ങൾ, അതുപോലെ സമ്പത്തിൻ്റെ അൺഈക്വലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കീഴിൽ വരും. അതുപോലെ ഗ്രാമീണ, നമ്മുടെ നഗര പ്രദേശങ്ങളിൽ നിന്നുള്ളൊരു നമ്മുടെ ഡിവൈഡിങ്, പരസ്പരമുള്ള ഒരു അന്തരം. അതുപോലെ തന്നെ ഇനി ഒരു യൂണിവേഴ്സൽ ലെവലിൽ നോക്കുമ്പോൾ സോഷ്യോളജി എന്ന് പറയുമ്പോൾ ഒരുപാട് പോപ്പുലേഷൻ, നമ്മുടെ ജനസംഖ്യ കാര്യങ്ങളും, അതുപോലെ മൈഗ്രേഷൻ, അതുപോലെ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ യൂണിവേഴ്സൽ ലെവലിൽ സോഷ്യോളജിയുമായി ബന്ധപ്പെടും. അപ്പോൾ ഈ 3 കാര്യം നമ്മൾ സമർത്ഥിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ പറയേണ്ടത് സോഷ്യോളജി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനമായിട്ടും 2 സ്കൂൾ ഓഫ് തോട്ട്, 2 ചിന്താധാരകൾ സോഷ്യോളജിയിൽ നിന്ന് ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പുസ്തകത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ടതാണ് സ്പെഷ്യലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടും അതുപോലെ സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ടും. അപ്പോൾ ആദ്യമായി സ്പെഷ്യലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളെ ഒരു പ്രത്യേക ആസ്പെക്റ്റിലൂടെ മാത്രം പഠിക്കുകയും എന്നിട്ട് അതിൻ്റെ ഡിസ്കഷൻ ചെയ്യുന്നതിനുമാണ് സ്പെഷ്യലിസ്റ്റ് തോട്ട് എന്ന് പറയുന്നത്. ഇനി സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളെ വ്യത്യസ്തമായ വീക്ഷണകോണുകളിലൂടെ കാണുകയും അതിനെ എല്ലാ ആസ്പെക്റ്റ് ഉപയോഗിച്ചിട്ടും അതിനൊരു മൊത്തത്തിൽ അതിനെ പഠിക്കുന്നതിനാണ് സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 ടൈപ്പ് തോട്ടുകൾ സോഷ്യോളജിക്ക് കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് സോഷ്യോളജി റിലേഷൻഷിപ്പ് വിത്ത് ഹിസ്റ്ററി. നമ്മുടെ 2ാമത്തെ പാഠത്തിൽ ഇന്റർ റിലേഷൻഷിപ്പ് എന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അതായത് സോഷ്യോളജിയുടെ ഹിസ്റ്ററിയുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ റിലേഷൻഷിപ്പിനെ വിശദീകരിക്കാൻ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ അതൊരു പ്രസൻറ്റ് നമ്മുടെ നിലവിലുള്ള സൊസൈറ്റിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കും. അതുപോലെ ഹിസ്റ്ററി ആകുമ്പോഴും അത് പാസ്റ്റ്, കഴിഞ്ഞ കാലത്തുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ആ കാര്യം ആദ്യം സമർപ്പിച്ചതിന് ശേഷം പിന്നെ സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള പരസ്പരമുള്ള സിമിലാരിറ്റീസ് പറയണം. അതായത് 2 സോഷ്യോളജി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും അത് സൊസൈറ്റിയെക്കുറിച്ചാണ് പഠിക്കുന്നത്, ഹ്യൂമൻ സൊസൈറ്റിയാണ് കുറിച്ചാണ് പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വിശദീകരിക്കണം. പിന്നെ നമ്മുടെ പുസ്തകത്തിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സോഷ്യോളജി ആകുമ്പോൾ അതിൻ്റെ ഫോക്കസ് പറയുമ്പോൾ പ്രസൻ്റ് ആണ്, അവിടെ ഹിസ്റ്ററി ആകുമ്പോൾ പാസ്റ്റ് ആണ്. പിന്നെ അതിൻ്റെ സ്കോപ്പ് കൊടുത്തിട്ടുണ്ട്. സോഷ്യോളജി ആകുമ്പോൾ അത് വൈഡായിട്ട് അതിന് സ്കോപ്പ് ഉണ്ട്. ഹിസ്റ്ററി ആകുമ്പോൾ അതിന് നാരോ ആയിട്ടുള്ള സ്കോപ്പാണ് അതിനുള്ളത്. പിന്നെ അതിൻ്റെ മെത്തഡോളജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വിശദീകരിച്ച് ഒരു 3 പേജിലേക്ക് നമ്മൾ എലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ നോംസ് ആൻഡ് വാല്യൂസ്, നോംസിൻ്റെയും വാല്യൂസിൻ്റെയും ഇടയിലുള്ള ഡിഫറൻസ്. നമ്മുടെ 3ാമത്തെ പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്, ഫണ്ടമെൻ്റൽ സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് എന്ന പാഠത്തിൽ നിന്ന്. അപ്പോൾ അതിൽ നമ്മൾ നോംസിൻ്റെയും വാല്യൂസിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ ആദ്യം വാല്യൂസിനെ വിശദീകരിക്കുക. അതായത് വാല്യൂസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഓരോ വിശ്വാസധാരകൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളോ അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ, ഒരു ധാർമ്മിക മൂല്യങ്ങൾ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതാണ് വാല്യൂസിൻ്റെ കീഴിൽ വരിക. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ വാല്യൂസ് എന്ന് പറയുമ്പോൾ അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് അത് ഒരിക്കലും ബയോളജിക്കലി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ബയോളജിക്കലി നമ്മൾ കൈമാറി വരുന്നതല്ല, മറിച്ച് സാമൂഹിക തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് വാല്യൂസ്. അവിടെ സാമൂഹിക തലത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് വാല്യൂസ്. എന്നാൽ നേരെ മറിച്ച് ഇനി നോംസ് നോക്കുകയാണെങ്കിൽ നോംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരാളെ ഓരോ
സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്നുള്ള ഒരു സ്പെസിഫിക് ആയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് നോംസ് പറയുമ്പോൾ. അത് നമുക്ക് നമ്മുടെ ഇൻഹെറിറ്റൻസ് ആയി ചിലപ്പോൾ ബയോളജിക്കലി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഡിഫറൻസ് വരിക. പിന്നെ ആ ടേബിൾ നമ്മുടെ പുസ്തകത്തിലുണ്ടാവും. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് അത് വിശദീകരിച്ചൊന്ന് എഴുതിയാൽ മതി. പിന്നെ അടുത്തതായി പറയാനുള്ളത് എക്സ്പ്ലെയിൻ ദ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ. കൾച്ചറിൻ്റെ വ്യത്യസ്തമായ പ്രത്യേകതകളാണ്. അപ്പോൾ കൾച്ചറിൻ്റെ അത് ഈ ഹെഡിങ്ങിൻ്റെ കീഴിൽ തന്നെ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൾച്ചറിൻ്റെ വ്യത്യസ്തമായ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ, കൾച്ചർ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിലുള്ള ഒരു സൊസൈറ്റിയിൽ ഉൾക്കൊള്ളുന്ന എല്ലാവിധ കാര്യങ്ങളും, എവറിത്തിങ് വിച്ച് ഈസ് സോഷ്യലി ഷെയർഡ് ആൻഡ് ലേൺഡ് ബൈ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ ആളുകൾ പരസ്പരം കൈമാറിപ്പോരുന്ന അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒന്നാണ് കൾച്ചർ എന്ന് പറയുമ്പോൾ. അതിൽ ആർട്ട്, റിലീജിയൻ, വാല്യൂസ്, ഐഡിയാസ്, നമ്മുടെ നിയമങ്ങൾ, ചട്ടക്കൂട്, ലാംഗ്വേജ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടും. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത എടുത്ത് പറയുകയാണ്, കൾച്ചർ എന്ന് പറയുമ്പോൾ ലേൺഡ് ആണ്. ഒരിക്കലും നമുക്കത് ബയോളജിക്കലി ലഭിക്കില്ല, മറിച്ച് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് അക്വയർ ചെയ്യുന്നതാണ്. പിന്നെ കൾച്ചർ ചെയ്യുമ്പോൾ സോഷ്യലാണ്, ഒരു സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് കൾച്ചർ ചെയ്യുന്നത്. പിന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്യും, ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. മറ്റൊരു പ്രത്യേകതയാണ് അതെന്തുണ്ടാവും, അത് നമ്മുടെ വ്യത്യസ്തമായ കാര്യങ്ങൾ അത് നിറവേറ്റി തരും. അതായത് നമ്മുടെ സാമൂഹികപരമായ നമ്മുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ പല ആവശ്യങ്ങളിൽ നമ്മൾ ഈ കൾച്ചറിലൂടെ നമുക്ക് ലഭിക്കും. അടുത്തത് പരസ്പരം ഷെയർ ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഒന്ന് കാലങ്ങൾക്കനുസരിച്ച് അതിങ്ങനെ ഡെവലപ്പായിക്കൊണ്ടിരിക്കും കൾച്ചർ എന്ന് പറയുമ്പോൾ. പിന്നെ കൾച്ചർ അഡാപ്റ്റബിൾ ആണ്, നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള കൾച്ചർ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. അഡാപ്റ്റബിൾ ആണ് കൾച്ചർ എന്ന് പറയുമ്പോൾ. ഡൈനാമിക് ആണെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ മറ്റൊന്നാണ് കൾച്ചർ സ്ട്രക്ചേർഡ് ആണ്, അത് വളരെ ഓർഗനൈസ്ഡ് ആയ കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകൾ കൾച്ചറിനുണ്ട്. ഈ അടുത്ത ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. നമ്മുടെ 5ാമത്തെ പാഠത്തിൽ ഹ്യൂമൻ സൊസൈറ്റി എന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്, എന്താണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് വിശദീകരിക്കാൻ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വന്നല്ലോ 1800-കളിലൊക്കെ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് ആകമാനം ഉണ്ടായൊരു മാറ്റം, അതായത് മെഷീനറീസ് കൂടി, അതുപോലെ പ്രൊഡക്ഷൻ കൂടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. അപ്പോൾ ഇത് വന്നതോടുകൂടി സമൂഹത്തിലുണ്ടായ മാറ്റം, അതാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് നമ്മൾ ഈ 1800-കളിലെ മെഷീനറീസിൻ്റെ കടന്നുവരവിനെ കുറിച്ച് പറയണം. അതിൽ പ്രധാനമായിട്ടും സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചത് പറയണം. പിന്നെ അതിനുശേഷം ഉണ്ടായ സയൻറ്റിഫിക്കായ മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്യണം. പിന്നെ അതിനുശേഷം വരിക നമ്മൾ എഴുതേണ്ടത് മാസ് പ്രൊഡക്ഷൻ ആൻഡ് എക്കോണമിക് ബേസിസ്. ഇങ്ങനെ മെഷീനറീസും ടെക്നോളജീസും വളർന്നതോടുകൂടി നമ്മൾ പ്രൊഡക്ഷനിൽ വലിയ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള പ്രൊഡക്ഷനിൽ മാറ്റങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷൻസ്, ഒരുപാട് ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോലികൾ, സ്ഥാനമാനങ്ങൾ ആളുകൾക്ക് ലഭിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയി തുടങ്ങി നമ്മുടെ ഓരോ വർക്കുകളും. അതുപോലെ അർബനൈസേഷനും ഡെമോഗ്രഫിക് ഷിഫ്റ്റും, നമ്മുടെ പോപ്പുലേഷനിലും അതുപോലെ നമ്മുടെ നഗരപ്രദേശങ്ങളിലേക്കുള്ള ആളുകളുടെ കുടിയേറ്റം, അതൊക്കെ വളരെ വലിയ തോതിൽ വർദ്ധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് പുതിയ തരത്തിലുള്ള ടെക്നോളജിയുമായിട്ടുള്ള ഒരുപാട് പുതിയ ജോബിൻ്റെ അവസരങ്ങൾ വന്നു. അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വന്നതോടുകൂടി ട്രഡീഷണലായ ഒരുപാട് കാര്യങ്ങൾ പിന്നോട്ട് പോയി. നമ്മുടെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാമിലി ആൻഡ് കിൻഷിപ്പ്, അതായത് പണ്ടുണ്ടായിരുന്ന ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമൊക്കെ പോയിട്ട് ന്യൂക്ലിയർ ഫാമിലീസ് വന്നു തുടങ്ങി. അത്തരത്തിൽ ഒരുപാട് ചേഞ്ചുകൾ സൊസൈറ്റിയിൽ ഉണ്ടായി തുടങ്ങി. അതുപോലെ തന്നെ സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കൂടുതൽ സ്വാധീനം ലഭിച്ചു തുടങ്ങി. പിന്നെ സ്റ്റേറ്റിൻ്റെ റോള് നമ്മുടെ സമൂഹത്തിൽ കൂടി തുടങ്ങി. അതായത് പണ്ടുണ്ടായിരുന്ന ചർച്ചിൻ്റെയോ അല്ലെങ്കിൽ മറ്റതിൻ്റെയൊക്കെ ഒരു ഇത് കുറഞ്ഞു നിന്നിട്ട് സ്റ്റേറ്റിന് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമൊക്കെ നാടുകളിൽ വരാൻ തുടങ്ങി. അതുപോലെ മറ്റു ഡീഇൻഡസ്ട്രിയലൈസേഷൻ, എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് ഡീഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിക്ലൈൻ, അതായത് എല്ലാ ഇൻഡസ്ട്രീസിനും എല്ലാ വ്യവസായ ശാഖകൾക്കും ഒരുപോലെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ചിലതിനൊക്കെ പരാജയപ്പെടേണ്ട തോൽവി ഡിക്ലൈൻ നേരിട്ടു, നാശം നേരിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട്, അതായത് ഒരു വലിയ റവല്യൂഷണറി ആയിട്ടാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കടന്നു വരുന്നത്. അതിൽ പല മേഖലകളിൽ അത് എത്തിപ്പിടിച്ചു, പല മേഖലകളിൽ ചില ഇൻഡസ്ട്രീസൊക്കെ തകർന്നു പോയതുകൊണ്ട് അങ്ങനെ ഒരു വലിയ മാറ്റം സൊസൈറ്റിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് വാട്ട് ഈസ് സോഷ്യലൈസേഷൻ. നമ്മളല്ല ഈ ഫസ്റ്റ് പുസ്തകത്തിലെ അവസാനത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്, അത് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി എന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. സോഷ്യലൈസേഷൻ എന്താണെന്നും അതിൻ്റെ ഏജൻസും വിശദീകരിക്കാൻ.
അത് വളരെ സിമ്പിളാണ്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ സമൂഹത്തിലൂടെ വളർന്നു വരുമ്പോൾ ആ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഓരോ കാര്യങ്ങൾ, അത് നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് വരുമ്പോൾ വ്യത്യസ്തമായ മേഖലകൾ നമ്മൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഓരോ കൾച്ചറും ഓരോ വാല്യൂസൊക്കെ കിട്ടും. അത് നമ്മളെ വ്യക്തിത്വത്തിൽ ബാധിക്കും. അത് നമ്മുടെ വ്യക്തിത്വം എങ്ങനെ രൂപപ്പെട്ടു വരുന്നു സൊസൈറ്റിയിൽ നിന്ന്, അതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏജൻസി എന്ന് പറഞ്ഞാൽ, സോഷ്യലൈസേഷൻ്റെ ഏജൻസി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ടത് ഫാമിലി. അതായത് ഒരാൾ ഫാമിലിയിൽ നിന്നാണ് ആദ്യം എല്ലാ കൾച്ചറും സ്വഭാവവും പഠിക്കുന്നത്. അങ്ങനെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന വ്യത്യസ്തമായ അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ധാർമ്മിക മൂല്യങ്ങൾ, അത് ഫാമിലിയിൽ നിന്ന് ആദ്യം ലഭിക്കും. അപ്പോൾ അതൊരു സോഷ്യലൈസേഷൻ്റെ ഏജൻ്റാണ്. മറ്റൊന്നാണ് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ സമപ്രായക്കാരായ ആളുകളുണ്ടാവും, നമ്മൾ പരസ്പരം കമ്പയർ ചെയ്യും, പരസ്പരം നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെ അതൊരു സോഷ്യലൈസേഷൻ്റെ ഭാഗമാണ്. മറ്റൊന്നാണ് മാസ് മീഡിയ. ഈ കാലത്തൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ, നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആയി വളർത്തുന്ന ഒരു സാമൂഹിക ജീവിയെ നമ്മൾ വളർത്തുന്നതിൽ വലിയ പങ്കുണ്ട് മാസ് മീഡിയക്ക്. ഒരു ഏജൻ്റാണ് പിയർ ഗ്രൂപ്പ്, റിലീജിയസ് ഗ്രൂപ്പ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഏജൻറ്റുകൾ നമ്മളെ സൊസൈറ്റിയിൽ സോഷ്യലൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാമൂഹിക ജീവിയായി വളർത്തുന്നതിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്ത ഒരു ചോദ്യമാണ് കൾച്ചറൽ ലാഗ്. നമ്മുടെ 4ാമത്തെ കൾച്ചർ എന്ന പാഠത്തിൽ നിന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളെ പാഠത്തിൽ സൂചിപ്പിച്ചതുപോലെ 2 തരത്തിലുള്ള കൾച്ചറാണ്. അതായത് മെറ്റീരിയൽ രീതിയിലൂടെയും നോൺ മെറ്റീരിയൽ കൾച്ചർ, 2 തരത്തിലുള്ള കൾച്ചർ ഉണ്ടല്ലോ. അപ്പോൾ അൺമെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബിലീഫ്സ്, നമ്മുടെ ധാർമ്മികമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആചാര രീതികൾ, ഇതൊക്കെയാണ് നോൺ മെറ്റീരിയൽ കൾച്ചർ. അപ്പോൾ ഇത്തരത്തിലുള്ള നോൺ മെറ്റീരിയൽ കൾച്ചറിൽ നിന്ന് പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ മെറ്റീരിയൽ കൾച്ചർ ലോകത്ത് വന്നു തുടങ്ങി. അതായത് മെഷീനറീസിൻ്റെ കണ്ടുപിടുത്തം, മറ്റൊരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നതോടുകൂടി മെറ്റീരിയൽ കൾച്ചർ രൂപപ്പെട്ടു. അപ്പോൾ ഈ 2 കൾച്ചർ കൂടെ അത് ഈ നോൺ മെറ്റീരിയൽ കൾച്ചറിന് മെറ്റീരിയൽ കൾച്ചറുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ലാഗ് വന്നിട്ടുണ്ട്. അതായത് ചില ആളുകൾക്ക് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തൊക്കെ ഒരുപാട് ടെക്നോളജി വർദ്ധിച്ചു, പക്ഷെ എല്ലായിടത്തേക്കും അത് എത്തിപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും ആ ടെക്നോളജിയിലേക്ക് അഡ്വാൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിനിടയിൽ വരുന്ന ഒരു ലാഗിനെയാണ് ഇവിടെ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അതിന് പുസ്തകത്തിൽ ഉദാഹരണം കൊടുക്കുന്നുണ്ട്. ആംസ് റൈസിന് 1980, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ്റെ മാറ്റങ്ങൾ, ഇൻ്റർനെറ്റിൻ്റെ വരവ്. ഇൻ്റർനെറ്റൊക്കെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വന്നു. ഇപ്പോഴും അത് വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടങ്ങൾ അതിന് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഒരു വിഭാഗം ആളുകളിലേക്ക് അത് എത്താതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൾച്ചറൽ ലാഗ് ആ വിഷയത്തിലുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്തൊരു ചോദ്യമാണ് ഡിസ്കസ് കമ്മ്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കമ്മ്യൂണിറ്റി, ഈ ക്വസ്റ്റ്യൻ നമ്മൾ 3ാമത്തെ പാഠത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്, നമ്മുടെ ഫണ്ടമെൻ്റൽ ഓഫ് സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്സ്. അപ്പോൾ അതിൽ കമ്മ്യൂണിറ്റി നമ്മൾ വിശദീകരിക്കുമ്പോൾ ആദ്യം കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഡിഫൈൻ ചെയ്യണം. കമ്മ്യൂണിറ്റി അറിയുമ്പോൾ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ആളുകൾക്ക് ഒരുപാട് വി ഫീലിംഗ്, ഒരുപാട് നമ്മളാണെന്നുള്ളൊരു വി ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യും, ഐഡിയാസ്, കസ്റ്റംസ്, ഫീലിങ്സ്, ഇതിലൊക്കെ നമ്മൾ ഒരുമിച്ചായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിറ്റി, അതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കമ്മ്യൂണിറ്റി എന്ന വേർഡിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അത് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് കമ്മ്യൂണിറ്റി മിനി വേൾഡാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ അത് ആ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത അറിയുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ കമ്മ്യൂണിറ്റിക്കുള്ളിലെ ആളുകൾക്കൊക്കെ ഒരുപോലെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഷെയർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. പിന്നെ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത ഒരു ടെറിറ്ററി ഉണ്ടാവും, ജിയോഗ്രഫിക്കൽ ടെറിറ്ററി. നമ്മളൊരു പ്രത്യേക സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ വി ഫീലിംഗ് പറഞ്ഞു. പിന്നെ ഒരു പെർമനൻസ്, അതായത് കമ്മ്യൂണിറ്റികൾ അധികവും ലോങ് ടേം എക്സിസ്റ്റൻസ് ഉണ്ടാവും, ഒരു ദീർഘകാലത്തായിരിക്കും ആ കമ്മ്യൂണിറ്റി നിലനിൽക്കുക. പിന്നെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടാവും. പിന്നെ ഒരുപാട് പ്രത്യേക നാമങ്ങളുണ്ടാവും കമ്മ്യൂണിറ്റിക്ക്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് മഹാരാഷ്ട്രീയൻസ് എന്ന് പറയും, നമ്മളെ കേരളീയർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ മലയാളീസ് എന്ന് പറയുന്നു. അങ്ങനെ പ്രത്യേകം ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു പേരൊക്കെ ഉണ്ടാവും. ഇനി ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റീസ് നമ്മളിൽ ഉൾപ്പെടുത്തുക, അതായത് റൂറൽ കമ്മ്യൂണിറ്റി, അർബൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെ വളരെ സിമ്പിളാണ്, നമുക്കറിയുന്നതാണ്. പിന്നെ അടുത്തതാണ് ഇനി ചോദ്യം. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് പാർട്ട് തീർന്നിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ 8 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. ഇതിൽ 5 ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഏകദേശം ഒരു 3 പേജാണ് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അവിടെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 15 മാർക്കാണ് ഉണ്ടാവുക. അതിൽ 4 എണ്ണം നമ്മൾ എഴുതണം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് സമ്മറൈസ് ദ ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി. നമ്മുടെ ഫസ്റ്റ് പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണത്. അതായത് ഈ സോഷ്യോളജി എങ്ങനെയാണ് ഡെവലപ്പായി വന്നത്, അതിൻ്റെ ഒരു ഹിസ്റ്ററി രൂപപ്പെടുത്താൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ തുടക്കം എഴുതണം. അതായത് സോഷ്യോളജി എന്ന് പറയുമ്പോൾ ഒരു അക്കാഡമിക് ഡിസിപ്ലിനായി മാറുന്നത് 19ാം നൂറ്റാണ്ടോടുകൂടിയാണ്. അതായത് നമ്മുടെ യൂറോപ്യന്മാർ അല്ലെങ്കിൽ വെസ്റ്റേൺ യൂറോപ്പിലുള്ള ആളുകളൊക്കെ, അപ്പോൾ അവരുടെയൊക്കെ യാത്രകളും അവർ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോയി
പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തി അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. അങ്ങനെയാണ് നമ്മളത് പ്രത്യേകം എടുത്തു പറയണം. അതായത് ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലൂടെയൊക്കെ യൂറോപ്യന്മാർ സഞ്ചരിക്കുകയും അവർ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, അതായത് ദൈവത്തെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായി അവർ ക്രിട്ടിക്കലായി ചിന്തിക്കുകയും അങ്ങനെ അവർ പ്രത്യേകമായി ഓരോ സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതാണ് അതിൻ്റെ തുടക്കം, സോഷ്യോളജിയുടെ തുടക്കം. പിന്നെ അങ്ങനെ വന്നിട്ട് ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ പറഞ്ഞു. ഇൻട്രസ്റ്റൽ റെവല്യൂഷൻ ഉണ്ടായി, സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തം ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു. അതുപോലെ ക്യാപിറ്റലിസം സമൂഹത്തിൽ ഉയർന്നു വന്നു. 2 വർക്കിംഗ് ക്ലാസ്സും അതുപോലെ മുതലാളിമാരും തൊഴിലാളികളും എന്ന 2 വർഗ്ഗങ്ങളും രൂപപ്പെട്ടു വന്നു. പിന്നെ നമ്മുടെ പോപ്പുലേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൊസൈറ്റിയിൽ വന്നു. അപ്പോൾ ഇതിലൂടെയാണ് സൊസൈറ്റിയെ ഒരു സോഷ്യോളജി ഒരു അക്കാഡമിക് ഡിസിപ്ലിനായി മാറുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ആളുകൾ വന്നു, സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കാനും അതിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പരിഹാരങ്ങൾ കണ്ടെത്താനൊക്കെ വേണ്ടി കുറച്ച് ആളുകൾ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ആളുകളെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അഗസ്റ്റീൻ കോംറ്റെ, മാക്സ് വെബർ അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അവരാണ് ഈ ശാസ്ത്രശാഖയെ രൂപപ്പെടുത്തുന്നത്, സോഷ്യോളജി എന്ന്. അപ്പോൾ അഗസ്റ്റീൻ കോംറ്റെനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 തിയറി, അതായത് നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 3 സ്റ്റേജുകൾ പറയുന്നുണ്ട്. ഒന്ന് തിയോളജിക്കൽ സ്റ്റേജാണ്, അതായത് ഈ ഒരു സമൂഹം അവർ സൊസൈറ്റിയെ നോക്കി കാണുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിന് തിയോളജിക്കൽ സ്റ്റേജ് പറയും. ഇനി അതുപോലെ നമ്മളൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു അദൃശ്യമായ കാര്യത്തിലൂടെയാണ് നമ്മൾ സൊസൈറ്റിയെ നോക്കി കാണുന്നത്, അതിന് മെറ്റാഫിസിക്കൽ സ്റ്റേജ് പറയും. ഇനി സയൻറ്റിഫിക് ടെമ്പറോടുകൂടി നമ്മൾ വളരെ ക്രിട്ടിക്കലായി സയൻറ്റിഫിക്കായിട്ടാണ് നമ്മൾ സൊസൈറ്റിയെ നോക്കി കാണുന്നതെങ്കിൽ അതിന് സയൻറ്റിഫിക് സ്റ്റേജ് പറയും. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ്. പിന്നെ കാൾ മാർക്സ് ആണ് അടുത്ത ആൾ. കാൾ മാർക്സ് പറയുന്നത് ക്ലാസ്റ്ററുകൾ മൂലം നമ്മുടെ മുതലാളിമാർ, തൊഴിലാളിമാർ അങ്ങനത്തെയുള്ള ക്ലാസ്റ്ററുകൾ മൂലമാണ് സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചുകൾ വന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ക്യാപിറ്റലിസം എതിർക്കുകയും കമ്മ്യൂണിസ്റ്റ് ആശയത്തെ മുന്നോട്ട് വെക്കുകയും ചെയ്തു. പിന്നെ ഹെർബർട്ട് സ്പെൻസർ, അദ്ദേഹത്തെ സെക്കൻഡ് ഫൗണ്ടിങ് ഫാദറായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം വിഷയത്തിൽ പ്രത്യേകമായൊരു തിയറി പറയുന്നുണ്ട്. സൊസൈറ്റിയും ഓർഗാനിസം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തരംതിരിച്ചിട്ട് പ്രത്യേകമായൊരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ എമിൽ ദുർഹൈമാണ്, അദ്ദേഹം സോഷ്യോളജിക്കൽ ഫാക്ട്സ് എന്നൊരു പ്രത്യേകമായ ടേം കൊണ്ടുവന്നു. അതായത് അദ്ദേഹം പറയുന്നത് സൊസൈറ്റിയിലുള്ള ആളുകളുടെ ജീവിതത്തെപ്പറ്റി, സോഷ്യൽ ലൈഫിനെ കുറിച്ച് പഠിക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്യാവുന്ന സോഷ്യോളജിക്കൽ ഫാക്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചു. പിന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു തിയറിയാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും. അതായത് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലേജ് ജീവിതം, അതായത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളെ പോലെ അവരൊക്കെ ഒരുപാട് സെയിം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവർ, അവർക്കിടയിൽ ഒരു മെക്കാനിക് സോളിഡാരിറ്റി ഉണ്ടാവും. മറ്റൊരു ഓർഗാനിക് സോളിഡാരിറ്റി എന്നുള്ള നഗരങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ, അവരുടെ ഇടയിൽ ഒരു ഡിഫറൻസ് ആയിരിക്കും കൂടുതലുണ്ടാവുക, ഒരുമയേക്കാളും. അതാണ് ഇതെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാക്സ് വെബറെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം സോഷ്യൽ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് സൊസൈറ്റിയിൽ നമ്മുടെ പണം, അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ, ജോലി, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരാളുടെ സ്ഥാനം ഉള്ളതിനൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ സോഷ്യോളജി ഡെവലപ്മെൻറ്റിൽ പറയേണ്ടത്. അടുത്തൊരു ചോദ്യമാണ് സോഷ്യോളജിയുടെ മറ്റു ശാസ്ത്രശാഖകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. നമ്മുടെ 2ാമത്തെ ഇൻ്റർ റിലേഷൻഷിപ്പ് എന്ന ഭാഗത്തുനിന്നാണ് ചോദ്യമുള്ളത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓരോ ശാസ്ത്രശാഖകളും എടുത്തിട്ട് അതിൻ്റെയും സോഷ്യോളജിയുടെയും ഇടയിലുള്ള വ്യത്യാസങ്ങളും സിമിലാരിറ്റീസൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ ഇതിലാദ്യം ഹിസ്റ്ററി എടുക്കും. ഹിസ്റ്ററിയെ കുറിച്ച് മുമ്പ് പറഞ്ഞതാണ്, ജസ്റ്റ് വായിച്ചു നോക്കുക ടേബിൾ. പിന്നെ ഹിസ്റ്ററി കഴിഞ്ഞാൽ സൈക്കോളജിയുമായിട്ടുള്ളത്, അതായത് സൈക്കോളജി ഒരു മെൻ്റലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് രണ്ടും ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടാണെന്നുള്ള നിലക്കുമ്പോൾ സിമിലാരിറ്റീസ് ഉണ്ട്. പിന്നെ ഒന്ന് മെൻ്റലാണ്, ഒന്ന് ആളുകളുടെ ബിഹേവിയർ, മറ്റൊരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള നിലക്ക് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ സൈക്കോളജി ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം എക്കോണമിക്സുമായിട്ടുള്ള ബന്ധം. എക്കോണമിക്സുമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഡിവിഷൻ ഓഫ് നമ്മുടെ കാൾ മാർക്സിൻ്റെ ഒക്കെ തിയറി ഉണ്ടായിരുന്നല്ലോ, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ക്ലാസ്റ്ററുകൾ രൂപപ്പെട്ടതും, അതൊക്കെ എക്കോണമിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതും ബന്ധമുണ്ട് സോഷ്യോളജിയുമായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അതിൽ എഴുതണം. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീധനത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിയുമായി ബന്ധപ്പെടുന്നതാണ്, എക്കണോമിക്സുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഇതിൽ നമ്മൾ എഴുതണം. അതുപോലെ സോഷ്യോളജിയും എക്കോണമിക്സും കഴിഞ്ഞാൽ പിന്നെ സോഷ്യോളജി ആന്ത്രോപോളജിയും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമാണ് അവർ തമ്മിൽ. അപ്പോൾ അത് നമ്മളൊന്ന് വ്യക്തമാക്കുക. അതായത് സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള ആ ഒരു വലിയ ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയണം. പിന്നെ അതിൻ്റെ വേർഡ്സിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ടേബിൾ വായിച്ചു വയ്ക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് സൊസൈറ്റിയെക്കുറിച്ചാണ്, ഒന്ന് അവരുടെ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ്,
ഒന്ന് സോഷ്യോളജി പറയുമ്പോൾ മൊത്തത്തിൽ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കും. ആന്ത്രോപോളജി അതിൻ്റെ ഒരു പ്രത്യേകമായ ഭാഗത്വമാത്തെക്കുറിച്ചാണ് ഇത് പഠിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട. അതിൻ്റെ ഇടയിൽ വളരെ ഇത്രയും പ്രധാനപ്പെട്ട ശാഖകൾ ഇതൊക്കെയാണ്. പിന്നെ ബയോളജി, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി, എത്തിക്സ്, ഇത്രയും ഒരു 8 ശാഖകൾ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ മതി. പിന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫോക്ക് ബേസും മോർസും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഏകദേശം എന്താണ് ഈ ഫോക്ക് ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റംസ്, നമ്മളിങ്ങനെ ഒരു പ്രത്യേകമായ ഒരു രീതിയൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ സാധാരണ ചെയ്തു പോകുന്ന നമ്മുടെ കാര്യങ്ങൾ, അതിനാണ് ഈ ഫോക്ക് ബേസ് എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. മോർസ് എന്ന് പറയുമ്പോൾ നമ്മൾ നന്മ എന്താണ്, തിന്മ എന്താണെന്നൊക്കെ വിശദീകരിച്ച് നമ്മുടെ മൊറാലിറ്റി അറിയുന്നത്, നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ അതൊക്കെ ഉൾക്കൊള്ളുന്നതിനാണ് മോർസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസും സിമിലാരിറ്റീസും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഇനി ഫോക്ക് ബേസിനൊരു മോറൽ ഫൗണ്ടേഷൻ ഉണ്ടാവില്ല, മറ്റൊരു മോറൽ ഫൗണ്ടേഷൻ ഉണ്ടാവും. പിന്നെ മോർസ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലതും ചീത്തമായ കാര്യങ്ങൾ വിശദീകരിച്ച് വരും. നമുക്ക് ഫോക്ക് ബേസിൽ അത് ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ ഈ കാര്യങ്ങളും ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പിന്നെ 13ാമത്തെ ചോദ്യമാണ് മെറ്റീരിയൽ നോൺ മെറ്റീരിയൽ കൾച്ചറിൻ്റെ ഇടയിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മളത് കൾച്ചറൽ ലാഗിൽ വിശദീകരിച്ചതാണ് ആ കാര്യം. അതായത് നമ്മുടെ മെറ്റീരിയൽ കൾച്ചർ, അതായത് ഒരുപാട് പുതിയ ടെക്നോളജികൾ മറ്റു സമൂഹത്തിൽ വന്നപ്പോൾ എല്ലാവർക്കും അത് പരസ്പരം കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാനും സാധിച്ചില്ല. അപ്പോൾ അവിടെ വന്നൊരു ഗ്യാപ്പിലാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് കൂടുതലായിട്ട്. ഇനി അടുത്തൊരു ചോദ്യം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റിയെ വിശദീകരിക്കാനാണ്. നമ്മുടെ 5ാമത്തെ ഹ്യൂമൻ സൊസൈറ്റി എന്ന പാഠത്തിൽ നിന്നാണ് ചോദ്യം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റിയെ വിശദീകരിക്കാനാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സൊസൈറ്റിയെ കുറിച്ച് പറയണം. പിന്നെ അതിങ്ങനെ ആ പാഠത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ആദ്യ കാലത്ത് ഉണ്ടായിരുന്നത് ഹണ്ടേഴ്സ് ആയിരുന്നു. പിന്നെ അത് പാസ്റ്ററൽ സൊസൈറ്റി, ആദ്യം ഇങ്ങനെ വേട്ടയാടി ആളുള്ള ആളുകളാണ്. അതായത് അതിനെന്താണ് പറയുക, നമ്മൾ നിയോലിത്തിക് ഏജിലെ. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി അങ്ങനെ പാസ്റ്റർ ആളുകൾ ആടിനെ മേക്കാനും ജീവികളെ തിന്നാനൊക്കെ തുടങ്ങി. പിന്നെ ഹോർട്ടിക്കൾച്ചർ കൃഷിയിലേക്ക് മാറി. പിന്നെ അഗ്രികൾച്ചറൽ സൊസൈറ്റി മാറി. അങ്ങനെ അഗ്രികൾച്ചറിലേക്ക് വരുമ്പോഴാണ് പിന്നെ ഒരു സെറ്റിൽഡ് ലൈഫൊക്കെ തുടങ്ങുന്നത്. പിന്നെ ഫ്യൂഡൽ സൊസൈറ്റി, ആളുകളെ ഭൂമി ഉടമപ്പെടുത്തുക, അങ്ങനെ ഒരുപാട് മുന്നോട്ട് വന്നവർ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വന്നു. പിന്നെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. പിന്നെ നമ്മളിപ്പോൾ ഉള്ള കാലം, അതായത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലാണ്. ഒരുപാട് ഇൻ്റർനെറ്റും നെറ്റ്വർക്കൊക്കെ ടെക്നോളജിയൊക്കെ കൂടുതൽ അഡ്വാൻസ് ആയ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് എവല്യൂഷൻ വളരെ കൃത്യമായിട്ട് നമ്മളതിൽ രേഖപ്പെടുത്തിയാൽ വിശദീകരിച്ചാൽ മതി. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. നമ്മുടെ 6ാമത്തെ പാഠത്തിൻ്റെ പേരാണ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അതിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് വ്യക്തമാക്കാനാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം ഉള്ളത്. അതിലാദ്യം നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സമൂഹമായി എന്തെങ്കിലും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് എഴുതുക, വളരെ സിമ്പിളായിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ അതിൽ വന്ന കുറച്ച് തിയറികളുണ്ട്, സോഷ്യൽ കോൺട്രാസ്റ്റ് തിയറി, അതുപോലെ ഓർഗാനിസം തിയറി, അതൊക്കെ ആ പാഠത്തിലുള്ള വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അതായത് ഓർഗാനിസം തിയറി എന്നൊക്കെ പറഞ്ഞാൽ പ്ലാറ്റോ പറയുന്നത് എന്താ വെച്ചാണ്, നമ്മൾ ഒരു സൊസൈറ്റിയിലെ ആളുകൾ പലതരത്തിലുണ്ടാകും. അതായത് അവരുടെ ഹ്യൂമൻ ബോഡി അനുസരിച്ച് ബേസ് ചെയ്ത് നോക്കുമ്പോൾ റോളേഴ്സ്, വാരിയേഴ്സ്, അങ്ങനെ ഒരുപാട് വിവിധ തരം ആളുകൾ ഉണ്ടാകുന്നതാണ് പ്ലാറ്റോ പറയുന്നത്. അങ്ങനെ 2 തിയറി ഒരു പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ നമ്മൾ വളരെ സിമ്പിളായ കാര്യങ്ങൾ, ഒരു കുട്ടി ജനനം മുതൽ എങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്, അവൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ആ സോഷ്യലൈസേഷനെ സൂചിപ്പിച്ച കാര്യങ്ങൾ, ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ അതാണ് അതിൽ പ്രത്യേകമായിട്ടുള്ളത്. ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൾട്ട്ഹുഡ്, ഒരു കുട്ടി അങ്ങനെ വളർന്നു വരുന്നു. പിന്നെ ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ വ്യക്തമാക്കുക. അങ്ങനെ ജെൻഡർ സോഷ്യലൈസേഷനും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത് ഫില്ലായി. അതായത് ഏകദേശം നമ്മളിതിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി എന്ന് വരുമ്പോൾ ഒരാൾ എങ്ങനെയാണ് ഒരു സാമൂഹിക ജീവിയായി മാറുന്നത്, അപ്പോൾ അദ്ദേഹം സമൂഹത്തിൽ നിന്ന് ഒരു കൾച്ചർ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നു, ആ കാര്യങ്ങൾ വിശദീകരിച്ചാൽ മതി. സോഷ്യലൈസേഷൻ ഫോക്കസ് ചെയ്തിട്ട് ഓരോ ഹെഡിങ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 6 പേജ് തികക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉള്ളത്. അപ്പോൾ ഇത് എല്ലാവരും പ്രത്യേകം ഈ PDF ഒന്ന് വായിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്ന് അറിയിക്കുന്നു. നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പർ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ആ നമ്പറിൽ PDF വേണമെങ്കിൽ നമുക്ക് അയച്ചു തരാം. എന്തെങ്കിലും